Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park Thiruvananthapuram, Regent Lake Palace Hotel, Neetakara, Kollam, Kerala. Periyar Rice. Samson and Sons, Builders and Developers, Trivandrum. Feltron, the future is on. Greeting Al Madina Group, door to freshness. Dwaraka Vegetarian Restaurant, Sharjah. ഫോക്കസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഫോക്കസിന്റെ ഫസ്റ്റ് സെഗ്മെന്റായി സാംസങ് ആൻഡ് സയൻസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഗെയിം ഷോയിലേക്ക് ഒരു നോട്ടം. ഹായ് ഫ്രണ്ട്സ്, എല്ലാ മാന്യപ്രേക്ഷകർക്കും സാംസങ് ആൻഡ് സയൻസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന പാർപ്പിടം സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ പോത്തീസ് ഷോറൂമിലാണ്. വിശാലമായ കളക്ഷൻസ്, വൈവിധ്യമായ ശ്രേണിയിൽ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുന്ന പോത്തീസിന്റെ ഓരോ നിലകളിലും താഴെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ തുടങ്ങി ടെക്സ്റ്റൈൽസിൽ തന്നെ വിവിധ വെറൈറ്റിയിലുള്ള ഒരുപാട് സ്റ്റോക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്ന തിരുവനന്തപുരത്തെ പോത്തീസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ എത്തുന്നത്. നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്ന കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. പേരെന്താണ്? നിതിൻ എന്ത് ചെയ്യുന്നു? പ്ലസ് ടു പഠിക്കുന്നു. എങ്ങനെയുണ്ട്? ഏത് സബ്ജക്റ്റിനാണ് എടുത്തിരിക്കുന്നത്? സയൻസ് ആണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സയൻസ് എടുത്തത്? എഞ്ചിനീയറിംഗിന് പോകാനാണ് താല്പര്യം. എഞ്ചിനീയറിംഗിന് ഏതെടുക്കാനാണ് താല്പര്യം? സിവിൽ എടുക്കാനാണ്. പേരെന്താണ്? എന്ത് ചെയ്യുന്നു? ഓൾ സയൻസിൽ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ ഈ മാതൃഭാഷ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നില്ല, ഇംഗ്ലീഷിലേക്ക് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നു എന്നൊരു തോന്നലുണ്ടോ? ഉണ്ട്. ഓക്കെ. അമ്മ എന്ത് പറയുന്നു? കാരണം പോത്തീസിലെ കളക്ഷൻസ് എങ്ങനെയുണ്ട്? നല്ലതാണ്. ഇപ്പൊ സാരിയൊക്കെ ഉടുത്തിരിക്കുന്നത് പോത്തീസിൽ നിന്ന് വാങ്ങിച്ചതാണോ? അല്ല. അപ്പൊ പോത്തീസിൽ അങ്ങനെയുള്ള പുതിയ തരം സാരികൾ ഇറങ്ങി തപ്പുകയാണല്ലേ? ശരി. അപ്പം എപ്പോഴെത്തിയാണ് പോത്തീസിൽ? രാവിലെ തന്നെ എത്തിയതാണോ? ശരി. പേരെന്താണ്? അഞ്ജലി. എന്ത് ചെയ്യുന്നു? BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ തന്നെ വർക്ക് ചെയ്യാനാണോ അതോ പുറത്തു പോകാനാണോ താല്പര്യം? അങ്ങനെയല്ലേ, പുറത്ത് വേണമെങ്കിൽ പോകുമല്ലേ? ശരി. ഓക്കെ. പേര്? സുജ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. ചേട്ടന്റെ പേരെന്താണ്? മോത്തിലാൽ. എന്ത് ചെയ്യുന്നു? എഞ്ചിനീയർ. ഓക്കെ. മോന്റെ പേര്? വീട് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളാണ്. പക്ഷേ പാർപ്പിടത്തിന്റെ കാര്യങ്ങളിൽ ഇവർക്കുള്ള സങ്കല്പം എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു വീട് വേണ്ടത്? ഓക്കെ, നമുക്ക് താമസിക്കാൻ നല്ല ഈസി ആയിട്ട് ഇരിക്കണം. ഓക്കെ. കുറച്ച് കൺവീനിയന്റ്, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം. ഓക്കെ. നേച്ചർ ഓറിയന്റഡ് ആയിരിക്കണം. ഓക്കെ. നല്ല കംഫർട്ടബിൾ ആയിരിക്കണം. നല്ല ലൈറ്റ് ഒക്കെ കയറും. ശരി. അമ്മയ്ക്ക് എങ്ങനെയാണ് വീട് വേണ്ടത്? നമുക്ക് താമസിക്കാൻ പറ്റിയ വീടായിരിക്കണം. എങ്ങനെയാണ് BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്ക് വീട് വേണ്ടത്? കംഫർട്ടബിൾ ആയിരിക്കണം. ഓക്കെ. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവണം. ഓക്കെ. ഫേസ്ബുക്ക് ആണോ ഏറ്റവും ഉദ്ദേശിച്ചത്? അല്ല, ഫേസ്ബുക്ക് അല്ല, നെറ്റിന്റെ ആവശ്യമില്ല. ഓക്കെ. ശരി. ഒരാൾക്ക് താമസിക്കണമെങ്കിൽ അതിന്റെ അകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം, ആ ഫെസിലിറ്റീസ് എല്ലാം വീട്ടില് കണ്ടെയ്ൻ ചെയ്തേക്കണം. അതിന്റെ സറൗണ്ടിങ്സും. ശരി. ഇവരോട് വളരെ ഈസി ആയിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. കാരണം നമ്മൾ എപ്പോഴും ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു ദൗത്യം ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുണ്ട്. ആ ദൗത്യത്തിന്റെ പേര് എന്താണെന്നുള്ളതാണ്. ചൊവ്വയിലേക്ക് ഇപ്പോൾ നടത്തിയ ആ ഒരു ദൗത്യം എന്താണ്? ആ ദൗത്യത്തിന്റെ പേര് അറിയില്ല. മംഗൾയാൻ. അത് സാറിൽ നിന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ ജീവിതം എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ടതാണ്. ഒപ്പം ജീവൻ എന്ന് പറയുന്നത് അതിനെക്കാട്ട് വിലപ്പെട്ടതാണ്. അങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സൗഭാഗ്യമൊക്കെ അവിടെ ചെന്ന് ചൊവ്വ ചെന്ന് ജീവിക്കാൻ പറ്റും എന്നുള്ളത് കുറച്ച് നാളുകൾ കൂടി നമുക്ക് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ഇവരോട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. മോഹൻലാൽ, ബഹദൂർ, രവി ശാസ്ത്രി എന്നിവർ ചേർന്ന് കഴിഞ്ഞാൽ എന്താകും? മോഹൻലാൽ, ബഹദൂർ, രവി ശാസ്ത്രി. സിനിമ ഉണ്ടാകും. എന്ത് സിനിമ? മലയാള സിനിമയാണോ, ഇംഗ്ലീഷ് സിനിമയാണോ, തമിഴ് സിനിമയാണോ? മലയാള സിനിമ. തെറ്റായ ഉത്തരം. ആ ഉത്തരം തെറ്റാണ്. മോഹൻലാൽ, രവി ശാസ്ത്രി, ബഹദൂർ എന്താകും? ബിസിനസ് വേണമെങ്കിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇവര് മൂന്നുപേരും കൂടി ചേർന്നാൽ എന്താകും എന്നുള്ളതാണ് ചോദ്യം. നടന്മാരാണ് മൂന്നുപേരും. ഓക്കെ, ശരിയാണ്. പക്ഷെ രവി ശാസ്ത്രി നടനല്ല, ക്രിക്കറ്ററാണ്. ഇവര് മൂന്നുപേരും കൂടി ചേർന്നാൽ എന്താകും? ഒരു ക്ലൂ തരാം. മോഹൻലാലും രവി ശാസ്ത്രിയും ബഹദൂറും കൂടി ചേർന്നാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് സുപരിചിതനായ ഒരു വ്യക്തിയുടെ പേരാകും. നമ്മുടെ ലാലേട്ടനും
ബഹദൂറും രവി ശാസ്ത്രിയും ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ പേരുകൾ കൂട്ടിച്ചേർന്നിട്ട് ലാലേട്ടിനെയും അതുപോലെ തന്നെ ബഹദൂറിനെയും അതുപോലെ തന്നെ ശാസ്ത്രിയെയും കടമെടുത്തു കഴിഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രി എന്നുള്ള ശരിയായ ഉത്തരം മാം പറഞ്ഞിരിക്കുന്നു. മാമിന്റെ പേരെന്താണ്? ഏലിയാമ്മ. ഓക്കെ, അപ്പം മാം കൃത്യമായ ഉത്തരം പറഞ്ഞു. അപ്പം സാറിന് ഈസി ആയിട്ട് തന്നെ പറയാം. VSSC വർക്ക് ചെയ്യുന്നതുകൊണ്ട് മംഗൾയാൻ ദൗത്യം സാറ് പറഞ്ഞിട്ടുണ്ട്. മംഗൾയാൻ ദൗത്യത്തിന്റെ പേര് പറഞ്ഞ സാറിന് പെരിയാർ റൈസ് നൽകുന്ന സമ്മാനം. താങ്ക് യു. ഒപ്പം മാമിനും പെരിയാർ നൽകുന്ന സമ്മാനം. വ്യത്യസ്തമായ കുടുംബാംഗങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കണ്ടുമുട്ടാം. ദിസ് ഇസ് പ്രതീഷ് ശേഖർ സൈനിങ് ഓഫ്. ബൈ. വള്ളിയത്ത് മെഡിക്കൽ സെന്റർ ഹെൽത്ത് പ്ലസിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫിസിഷ്യനായ ഡോക്ടർ സോണിയ സുരേഷ്. നമസ്കാരം. നമ്മുടെ സമൂഹത്തിനെ ഇന്ന് അലട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് പ്രമേഹവും അതിനോടൊപ്പം ഉള്ള മറ്റ് പല ജീവിതചര്യാ രോഗങ്ങളും. അനാരോഗ്യകരമായ ആഹാരശൈലിയും അതിനോടൊപ്പം തന്നെ വ്യായാമ ഇല്ലായ്മയും ഈ രണ്ട് ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകതകളിൽ നിന്നാണ് ഈ ജീവിതചര്യാ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പ്രമേഹം 2 തരത്തിലുണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2. എങ്കിലും ഈ മുതിർന്നവരിൽ വരുന്ന പ്രമേഹം അല്ലെ 40കൾക്ക് ശേഷം വരുന്ന പ്രമേഹം ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് നമ്മുടെ സമൂഹത്തിലുള്ള ഏറെ ആൾക്കാരും ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. ടൈപ്പ് 2 ഡയബറ്റീസ് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് 40കളിലെ പ്രമേഹം അല്ലെങ്കിൽ മുതിർന്നവരിലെ പ്രമേഹം എന്നാണ്. പക്ഷേ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ 20കാരിലും 18കാരിലും ഒക്കെ ഈ മുതിർന്നവരിലെ ഡയബറ്റീസ് കണ്ടുവരുന്നു എന്നതുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പ്രമേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തല മുതൽ കാൽപാദം വരെയുള്ള എല്ലാ അവയവങ്ങളെയും പല രീതിയിൽ ബാധിക്കാനുള്ള പ്രമേഹത്തിൻ്റെ കഴിവിനെയാണ് നമ്മളേറെ ഭയപ്പെടുന്നത്. കണ്ണെടുത്താൽ കണ്ണിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെ തിമിരത്തിനുള്ള സാധ്യത, അണുബാധയ്ക്കുള്ള അമിതമായ സാധ്യത ഇവയെല്ലാം ഉണ്ടാകാം. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കുക എന്നുള്ളതാണ് പ്രമേഹ രോഗി ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പ്രമേഹത്തിൽ നിന്നുണ്ടാകുന്ന വൃക്കരോഗം, ഹൃദ്രോഗം ഇവയെല്ലാം തന്നെ വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കാം. പ്രമേഹം ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 1 മിനിറ്റ് സമയത്തിൽ തന്നെ ഒരു പ്രമേഹ രോഗിയുടെ കാൽ മുറിച്ചു മാറ്റപ്പെടുന്ന ഒരു ശസ്ത്രക്രിയ ഒരു പക്ഷേ നടന്നിരിക്കാം എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രമേഹത്തിൽ നിന്നുള്ള കാലിൻ്റെ ചെറിയ വിഷയങ്ങൾ, അതായത് ഒരു വളങ്കടിയോ ഒരു ചെറിയ മുറിവോ തന്നെ വളരെ ഗുരുതരമായ അംഗവിച്ഛേദന ശസ്ത്രക്രിയയിൽ എത്തിച്ചേരാവുന്ന ഒരു ഭവിഷ്യത്തിലേക്ക് രോഗിയെ നയിക്കാം. അതുകൊണ്ട് കാലിലുണ്ടാകുന്ന ചെറിയ ചെറിയ നാഡീവ്യൂഹ പ്രശ്നങ്ങളെയും രക്തചംക്രമണ രോഗങ്ങളെയും നമ്മൾ വേഗം തന്നെ കണ്ടുപിടിച്ച് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. ഗുരുതരമായ ഇമാതിരിയുള്ള ആംപ്യൂട്ടേഷൻ പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ്. ഈ ടൈപ്പ് 2 പ്രമേഹത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഈ ടൈപ്പ് 2 പ്രമേഹം എന്നുള്ളത് താരതമ്യേന ഉള്ള ഇൻസുലിൻ്റെ കുറവ്, ശരീരത്തിന് എത്ര ആവശ്യമാണോ അത്ര തോതിൽ ഇൻസുലിൻ ഇല്ല എന്നുള്ളത് അതിലൊരു ഘടകമാണ്, പ്രധാന ഘടകമാണ്. അതുകൂടാതെ തന്നെ ഉള്ളിലുണ്ടാകുന്ന ഇൻസുലിൻ്റെ പ്രവർത്തന ശേഷി ശരിയല്ല എന്നുള്ളതാണ് നാം ഭാരതീയരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഈ പ്രതിഭാസത്തിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ഇൻസുലിൻ പ്രതിരോധം എന്നാണ് പറയുന്നത്. പ്രമേഹത്തിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് മറ്റ് ജീവിതചര്യാ രോഗങ്ങൾ, അതായത് ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രോളേമിയ, ഹൃദ്രോഗം ഇവയെല്ലാം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു പ്രമേഹ രോഗി പ്രമേഹരോഗം ഉള്ളതായിട്ട് കണ്ടുപിടിച്ചാൽ ആ വ്യക്തി ഒരു ഹൃദ്രോഗി ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് പല പഠനങ്ങളും തെളിയിച്ചു തരുന്നത്. അതുകൊണ്ട് ഹൃദ്രോഗത്തിനുള്ള ഒരു തിരച്ചിൽ നമ്മൾ എല്ലാ പ്രമേഹ രോഗികളിലും നടത്തേണ്ടതാണ്. സാധാരണ നിലയിൽ തന്നെ എല്ലാ പ്രമേഹ രോഗികൾക്കും വർഷത്തിൽ 1 തവണ എങ്കിലും നേത്രരോഗമുണ്ടോ എന്നുള്ള ഒരു തിരച്ചിൽ നടത്തേണ്ടതാണ്. പ്രമേഹ രോഗികളിൽ അണുബാധ വളരെ പെട്ടെന്നുണ്ടാകുന്നു എന്ന് മാത്രമല്ല
ചെറിയൊരു അണുബാധ പോലും വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഒരു ജലദോഷമായാൽ ഒരു ന്യൂമോണിയായി മാറാനും ചെറിയൊരു മൂത്രത്തിലെ പഴുപ്പ് മൂത്രാശയത്തിൽ ആകെ വ്യാപിക്കാനും അത് രക്തത്തിലേക്ക് കലർന്ന് സെപ്റ്റിസീമിയ എന്ന ഒരു ഗുരുതരമായ പ്രശ്നം ഉണ്ടാകാനും ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾ ചെറിയ അണുബാധകൾ പോലും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതും അതിന് വൈദ്യസഹായം തേടേണ്ടതുമാണ്. വെൽക്കം ടു റിജൻ ലേക്ക് പാലസ് ഹോട്ടൽ. You're here at the Regent Lake Village on the Ashtamuri Lake on the island. So all of you come and enjoy this nature's beauty. Regent Lake Palace Hotel, Neendakara, Kollam, Kerala. Feltron, the future is on. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ജോയ്സ് പാലസ് ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. നമ്മളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അഴകേകുന്നു ദുബായിലെ ഹെയർ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ. ഗുഡ് ഈവനിങ്. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫേഷ്യലാണ്. ഒരു ഫേഷ്യലിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണം അതെല്ലാമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ക്ലെൻസിങ്, പിന്നീട് അതുപോലെ തന്നെ എക്സ്ഫോളിയേറ്റിംഗ്, സ്ക്രബിങ്, ടോണിങ് ആൻഡ് മസാജിങ് ആൻഡ് മാസ്ക്. ഇത്രയും പ്രൊസീജിയേഴ്സാണ് ഓൾറെഡി ഒരു ഫേഷ്യലിനുള്ളത്. ഇപ്പോൾ ഒത്തിരി സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ സ്റ്റീമിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു ലൈറ്റ് സ്ക്രബിങ്ങിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഉണ്ടെങ്കിൽ പതുക്കെ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ, റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. മാസത്തിൽ ഒരിക്കൽ ഫേഷ്യൽ ചെയ്താലും ഫേഷ്യൽ വളരെ നല്ലതാണ്. ഒരു ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫേഷ്യൽ എങ്ങനെയാണ്, ഫേഷ്യൽ പ്രൊസീജിയേഴ്സ്, ഫേഷ്യൽ സ്റ്റെപ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയധികം പ്രൊസീജിയേഴ്സ് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഫേഷ്യൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫേഷ്യലിന് ക്ലെൻസിങ്, പിന്നെ സ്ക്രബിങ് ആൻഡ് പോളിഷിങ്. സ്ക്രബിങ് മീൻസ് പോളിഷിങ് ആൻഡ് മോയ്സ്ചറൈസിങ്, മസാജിങ് ആൻഡ് മാസ്ക്. ഇപ്പോൾ നമ്മൾ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാസ്കിന് ശേഷമുള്ള ഒരു ഫേസാണിത്. വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വെരി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കുന്ന
ഫേഷ്യൽ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഡെയിലി മോയ്സ്ചറൈസിങ്, ക്ലൻസിങ് ആൻഡ് സ്ക്രബിങ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്യണം. എങ്കിലേ ഫേഷ്യൽ എല്ലാ ഏജുകാർക്കും ചെയ്യാം. പക്ഷേ മന്ത്ലി ഒന്ന് നല്ലതാണ്. ഇത് ഫേഷ്യൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഡീപ്പ് ഫേഷ്യൽസ് ഉണ്ട്, ഗാൽവാനിക് ഫേഷ്യൽ ഉണ്ട്. ഗാൽവാനിക് ഫേഷ്യൽ നമ്മൾ നെഗറ്റീവ് റോഡിട്ടും പോസിറ്റീവ് റോഡിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗോൾഡ് ഫേഷ്യൽ, അതെല്ലാം കുറച്ച് ഡീപ്പ് ഫേഷ്യൽസ് ആണ്. കുറച്ച് നന്നായിട്ട് സ്റ്റേ ചെയ്യും. പക്ഷേ ഓരോ ഫേഷ്യലും ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യണം. ഫെൽട്രോൺ ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് ഫോക്കസ് ചെയ്യാം. സാറിന്റെ പേരെന്ന് പറയാമോ? അബ്ദുറഹ്മാൻ. ഓക്കെ സാർ, എവിടെയാ വർക്ക് ചെയ്യുന്നത്? തന്നെ വർക്ക് ചെയ്യുന്നത്. എന്ത് കമ്പനിയാ? സ്വന്തമായിട്ട് കമ്പനിയാ. ബിസിനസ് ആണ്. എന്ത് ബിസിനസ് ആണ്? ഹോട്ടലാണ്. ഫുഡിന് പഞ്ഞമില്ല. സാറിന്റെ പേരെന്താ? സൈനുദ്ദീൻ. സാർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? നെക്കിലാണ്. ബിസിനസ് ആണെന്ന് തോന്നുന്നു സാറിനെ കണ്ടിട്ട്. ഒരു പറയാനൊരു വിമ്മിഷ്ടം അല്ലേ? എന്ത് ബിസിനസ് ആണ് സാർ? പോപ്കോൺ. ഓക്കെ. ഇവിടെ നാട്ടിലെവിടെയാ? പട്ടാമ്പി. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് 2 വർഷം. എവിടെയാ? നാട്ടിലെവിടെയാ? ഞാൻ തലക്കശ്ശേരി, പാലക്കാട്. ഇവിടെ വർക്ക് ചെയ്യുവാണോ? കണ്ടാ പറയേയില്ല കേട്ടോ. എവിടെയാ? ഞാൻ അഡ്രസ്. ഓ, അപ്പൊ അതും ആഡ് ആയിട്ട് കൊണ്ടു കിടക്കുവാണ്. ആ ഓക്കെ, ഡ്യൂട്ടിയിലാണ്. ആ ഓക്കെ, ആ ശരി, അത് കുഴപ്പമില്ല. എന്താ പേരെന്താ? എന്റെ പേര് ഷമീർ. ഷമീർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ നെല്ലറ ഗ്രൂപ്പ്. എവിടെ? ഇവിടെ റാസൽ കെമയിലുണ്ടോ? ശരി, ഓക്കെ. ഇന്ന് ഞാൻ ഫെൽട്രോണിന്റെ ഒരു ന്യൂ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. ഡിജിറ്റൽ ഡോർ വ്യൂവർ ആണ്. അതായത് ഇതിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ 3.5 TFT സ്ക്രീൻ ആണ്. പിന്നെ ഈസി ആയിട്ട് നമുക്കിത് ഇൻസ്റ്റലേഷൻ ചെയ്യാവുന്നതാണ്. ഇതിന് ഡോർബെൽ ഫംഗ്ഷനും ഉണ്ട്. കാരണം അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡോർബെൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഡോർബെൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആളുടെ പിക്ചർ നമുക്ക് വീടിനകത്തിരുന്നാൽ കാണാൻ കഴിയും. പിന്നെ ഇത് റെക്കോർഡ് ചെയ്യാവുന്നതുമാണ്. 2 മെഗാ പിക്സൽ ഇതിലുണ്ട്. നാട്ടിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്കറിയാം അനുദിനം കള്ളന്മാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സാധനം, അതായത് ഡിജിറ്റൽ ഡോർ വ്യൂവർ, ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്യാമറയുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന് ശരി ഉത്തരം നൽകുന്നവർക്ക് ഫെൽട്രോണിന്റെ വക ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ? കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക്, ഫസ്റ്റിൽ ഉത്തരം പറയുന്നവർക്കാണ് സമ്മാനം. ആർക്ക് വേണേലും ഉത്തരം പറയാം, പക്ഷെ ഫസ്റ്റിൽ ഉത്തരം പറയുന്നവർക്കാണ് സമ്മാനം. കൊല്ലം. ഒത്തിരി മാറി. അറിയില്ല. ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തോട് പറയാൻ ക്ലൂ ഇല്ല സാർ, ക്ലൂ ഇല്ല. ഏറ്റവും കൂടുതൽ കൊതുകുള്ള സ്ഥലം എന്താ സാർ? എന്താ പറഞ്ഞേ? കൊച്ചി. ശരി, അപ്പൊ കൊച്ചിയിലെ കൊതുക് ശല്യം സാറിന് അറിയാം, ഇവിടെ ഇരുന്നാലും അറിയാം. 2014 പത്മഭൂഷൺ കിട്ടിയ ആളാരാണ്? കഴിഞ്ഞ എപ്പിസോഡ് ചോദിച്ചിരുന്നു. പക്ഷെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് പോലും ആരും ആൻസർ ചെയ്തത്. പക്ഷെ സാറിന് അറിയാം കൊതുക് കൂടുതലുള്ള താലൂക്ക് ഏതാണെന്ന് ചോദിച്ചപ്പോ കൊച്ചിയാണ്. ഓക്കെ, ശരി ഉത്തരം പറഞ്ഞ അബ്ദുൾ റഹ്മാൻ സാറിന് ഫെൽട്രോണിന്റെ വക ഒരു അടിപൊളി ഗിഫ്റ്റ്. സർ ഹാപ്പി അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ചിൽഡ്രൻസ്, ബൈ ബൈ. Feltron, the future is on. Dwaraka Vegetarian Restaurant, Sharjah. Friday and Saturday breakfast buffet. വെറും 19 ദിറംസ് മാത്രം. ഫോൺ 0657335595. മുടക്കുന്ന തുകയ്ക്ക് വ്യക്തമായ മൂല്യം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷോപ്പിംഗിനായി ഗ്രീറ്റിംഗ് അൽ മദീന ഗ്രൂപ്പിന്റെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. Greeting Al Madina Group, door to freshness. To the beat of our hearts off that hustle.
to fake that. Homes no one wants to leave. Samson and Sons, Builders and Developers, Trivandrum. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Most trusted hair fixing name in Kerala, Gateway Beaumont's hair fixing. ഹെയർ ഫിക്സിംഗ് രംഗത്തെ വിശ്വസ്ത നാമം ഗേറ്റ്വേ ബ്യൂമൺസ്. 19 വർഷത്തെ സേവന പാരമ്പര്യം, ലക്ഷത്തിൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സ്. സൗന്ദര്യ സങ്കല്പങ്ങളിൽ തലമുടിയുടെ സ്ഥാനം ചെറുതല്ല. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അഴകേകുവാൻ ഏറെ വൈവിധ്യമാർന്ന ഒരു സ്ഥാപനമാണ് ഗേറ്റ്വേ ബ്യൂമോൺസ്. ഞാനൊരു മ്യൂസിക് ഡയറക്ടറും കൂടാതെ ഒരു സ്റ്റേജ് പെർഫോമറുമാണ്. ധാരാളം ചാനലുകളിലൊക്കെ പ്രോഗ്രാം കീബോർഡ് വായിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ മുടിയില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഗേറ്റ്വേ ബ്യൂമോൺസിലേക്ക് പോവുകയാണ്. ഹായ്, ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് എന്റെ പഴയ ഹെയർ തിരിച്ചു കിട്ടി. അതിന് ഞാൻ ഗേറ്റ്വേ ബ്യൂമോൺസിനോട് നന്ദി പറയുന്നു. The most trusted hair fixing name in Kerala, Gateway Beaumont's hair fixing. Thanks to Gateway Beaumonts. The most trusted hair fixing name in Kerala, Gateway Beaumont's hair fixing. മുടി, ഇത് എന്ത് മുടിയാണെന്നുള്ളതാണ് എല്ലാവരുടെ മനസ്സിലുള്ള ടെൻഷൻ. ഇത് ഒറിജിനൽ മുടി വേണ്ടിയവർക്ക് ഒറിജിനൽ ചെയ്തുതരാം, സിന്തറ്റിക് വേണ്ടിയവർക്ക് സിന്തറ്റിക് ചെയ്യാം. നമ്മൾ സാധാരണ ഒറിജിനലാണ് ചെയ്തു കൊടുക്കുന്നത്. യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പ്യുവർലി ഹ്യൂമൻ ഹെയർ ആണ്. പിന്നെ ഈ ഹ്യൂമൻ ഹെയർ എന്ന് പറയുമ്പം ആൾക്കാർക്കൊരു ഉള്ളിലൊരു ടെൻഷനുണ്ട്. ഇത് ചത്തവരുടെ മുടിയാണോ, അത് ഇത് ആരുടെ മുടിയാണെന്ന് എങ്ങനെ അറിയാം, ഇത് എവിടെ നിന്നാണ്? ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ചത്തവരുടെ മുടി കുഴിയിൽ നിന്നൊന്നും എടുക്കാൻ നമ്മൾ പോകാറില്ല. അതൊന്നും പേടിച്ച് വിഷമിക്കണ്ട. ഇത് ജെന്യൂനായിട്ട് നമുക്ക് പ്രോസസ്ഡ് ഹെയർ ആണ് കിട്ടുന്നത്. ഇത് പല സ്ഥലത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത്. കോളേജ് ഡേയ്സ് മുതലേ എൻ്റെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം പല പിള്ളേർ, എൻ്റെ ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും എല്ലാവരും എന്നെ പല രീതിയിൽ കളിയാക്കുന്നു, എന്നെ പല രീതിയിൽ പല പേര് വിളിക്കുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാനസികമായ ടെൻഷനും വല്ലാത്ത സാഡ്നെസ് തോന്നുവാണ്. ഓക്കെ അല്ലേ? ഇപ്പം കണ്ടല്ലോ. എത്ര സൂപ്പറാണ്. അതെ, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഡോണ്ട് വറി, അത്ര സൂപ്പറായിരിക്കും. നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്തത് തന്നെ. അത് യു ബിലീവ് ഇറ്റ്. ഇത് നോക്കിയിട്ട് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഇവിടെ വരുന്ന മുമ്പ് ഞാൻ ഒരുപാട് ടെൻഷനിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗേറ്റ്വേ ബ്യൂമോൺസ് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി കോൺഫിഡൻസും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. താങ്ക്സ് ടു ഗേറ്റ്വേ ബ്യൂമോൺസ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം. The most trusted hair fixing name in Kerala, Gateway Beaumont's hair fixing. ഹെയർ ഫിക്സിങ് ചുമ്മാ ഒരു സാധനം എടുത്തിട്ട് തല വെച്ച് കൊടുത്ത് മുടി വെട്ടി പറഞ്ഞു വിടുന്ന അല്ല ഹെയർ ഫിക്സിങ്. ഹെയർ ഫിക്സിങ് എന്ന് പറയുന്നത് പെർഫെക്ഷൻ. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു, കുറച്ചായിട്ട് ചെയ്യണം, കുറച്ചായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 2 സൈഡ് മാത്രം പോയിട്ടുണ്ട്, 2 സൈഡ് മാത്രമായിട്ട് ചെയ്യാൻ കഴിയണം. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ തന്റേത് മാത്രമായ ഒരു ലോകം ഇന്ത്യയൊട്ടാകെ വ്യാപിപ്പിച്ചിരിക്കുന്നു ഗേറ്റ്വേ ബ്യൂമോൺസ്. The most trusted hair fixing name in Kerala, Gateway Beaumont's hair fixing. May it spread all over India and keep delivering its trustworthy services. So Gateway Beaumonts has been catering to even film stars. So as a film star myself, so I am looking forward for the services of Gateway Beaumonts. And I would tell all the Bangaloreans that this is a trusted service. So
without any fears, without any hesitation, do come to Gateway Beaumonts and get this amazing service done. The most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. ഫോക്കസിന്റെ എല്ലാ സെഗ്മെന്റ്സും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അയയ്ക്കുക. അയക്കേണ്ട വിലാസം focus123@gmail.com. വീണ്ടും മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി കാണാം. Until then, it's me, Sri, signing off. Tata. Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park, Thiruvananthapuram. Regent Lake Palace Hotel, Neetakara, Kollam, Kerala. Samson and Sons, Builders and Developers, Trivandrum. Periyar Rice. Feltron, the future is on. Greeting Al Madina Group, door to freshness. Dwaraka Vegetarian Restaurant, Sharjah.